ഞാൻ ഇന്ന് കുറച്ച് കള്ളപ്പം ചൂടാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ മാവൊക്കെ കലക്കി വെച്ചു. നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്, പുളിച്ച് പൊന്തി. അത് കലക്കിയിട്ട് ഞാനിപ്പോൾ 1-2 അപ്പം ചൂടുവാണേ. നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. ഇനി ദോശക്കല്ലിൽ 2 അപ്പം ചൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇന്ന് അപ്പവും ബോട്ടിക്കറിയാണ് ആക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മാവ് കലക്കിയതാ. ഒരപ്പം ചുട്ടു, നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. കണ്ടില്ലേ, ആ കുത്തൊക്കെ ആയിട്ട് കള്ളപ്പമാണേ. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. തേങ്ങയും ജീരകവും കള്ളും ഒഴിച്ചിട്ടാണ് ഇതാക്കുന്നത്. കുറച്ച് ചോറ് അരക്കും, ഇല്ലെങ്കിൽ പിന്നെ കപ്പി കാച്ചി ഒഴിക്കണം. ഇത് പിന്നെ ചോറ് കൂട്ടുക ഞാൻ ചെയ്തേ. ബോട്ടി ഞാൻ പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചാണ് വേവിച്ചത്. കാരണം ഇതിന് ഒരുപാട് വേവുണ്ട്, അതുകൊണ്ട് ഞാനത് അടുപ്പത്ത് വെച്ച് വേവിച്ചു. ഇനിയിപ്പോൾ എനിക്കത് ഒലത്തിയെടുക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആക്കി എനിക്കത് ഒലത്തണം. ഇതിപ്പോൾ അപ്പം ചുട്ടു. നന്നായിട്ട് പൊന്തിയിരുന്ന നല്ല അപ്പമായിട്ടുണ്ട്. 1-2 അപ്പമാക്കി ഒന്ന് ചുട്ടു. ഇനി അടുത്തത് ഒന്നും കൂടി ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെള്ളയപ്പം പൊന്തി വന്ന പോലെ നന്നായിട്ട് പൊന്തി. നല്ല അപ്പം, കള്ളപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ രുചി. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. കറിയില്ലാതെ പോലും കള്ളപ്പം കഴിക്കാൻ പറ്റും. കാരണം ഇതിന് നന്നായിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ് കള്ളും 1 തേങ്ങയൊക്കെ തന്നെ ചേർക്കണം. എന്നിട്ട് വേണം, ഒരു 3 ഗ്ലാസ് അരിയെങ്കിലാണെങ്കിൽ തന്നെ അങ്ങനെ ആക്കിയിട്ട് വേണം ഇത് ചുടാൻ. ഇത് കണ്ടില്ലേ, ബോട്ടി ഞാൻ താളിച്ച് ഒലത്തി. നോക്കി എന്ത് ടേസ്റ്റാന്ന് നോക്കിയേ. പോത്തിൻ്റെ ബോട്ടിയായത് കണ്ടില്ലേ, നല്ല രുചിയായത്. കള്ളപ്പവും ബോട്ടിക്കറി നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. നന്നായിട്ട് വേവിച്ചിട്ടുമുണ്ട്. നന്നായി വേവിച്ചതിന് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പ്രധാനമായിട്ടും കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർക്കേണ്ടത്. പിന്നെ നുള്ളു ഗരം മസാല ഇടാം. പിന്നെ അതിന് വേണമെങ്കിൽ വേറെ പെരിഞ്ജീരകം ഇട്ടിട്ട് തന്നെ നമ്മളിത് ആദ്യം തന്നെ അടുപ്പത്ത് വെക്കുമ്പോൾ പെരിഞ്ജീരകം ഇട്ട് വേവിക്കും. അതിന് ശേഷം നമ്മൾ പിന്നെ ഇത് ഒലത്തുന്ന സമയത്ത്, താളിക്കുന്ന സമയത്ത് ഒരു ലേശം കൂടി പെരിഞ്ജീരകം ചേർക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കള്ളപ്പവും കറിയും. കണ്ടില്ലേ, കള്ളപ്പവും ബോട്ടിക്കറി നല്ല രുചിയാണ് കഴിക്കാൻ. എന്ത് ടേസ്റ്റാന്ന് നോക്കി, ഇതൊന്ന് കഴിച്ച് നോക്കണം. ഇതുപോലെ ആക്കിയിട്ട് കഴിച്ച് നോക്ക്.